ഓൺലൈനിൽ ധാരാളം പൈസ ഉണ്ടാക്കാമെന്ന് പലരും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്, പല പരസ്യങ്ങൾ നാം കണ്ടിട്ടുണ്ട്. കുറച്ചധികം ആളുകൾ ഓൺലൈനിൽ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് അത് ചെയ്യുകയും ഒട്ടനവധി ആളുകൾക്ക് ചതിയും പരാജയവും നേരിട്ടിട്ടുണ്ട്. എനിക്ക് സംഭവിച്ചൊരു കാര്യം പറയാം. വളരെ പ്രശസ്തമായൊരു ഇംഗ്ലീഷ് ഡെയിലിയിലെ പരസ്യം കണ്ടാണ് ഞാൻ വിളിച്ചത്. ഒരു ഓൺലൈൻ ജോലിയാണ്. 500 രൂപ ആദ്യം നൽകുക, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോസ്പെക്ട്സ് അയച്ചു തരും. ആ പ്രോസ്പെക്ട്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നൽകുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചു, ഇനി വേറെ പണമോ നൽകേണ്ട ആവശ്യമില്ലല്ലോ, അത് കഴിഞ്ഞാൽ ജോലി ചെയ്യുവാൻ സാധിക്കുമല്ലോ എന്ന്. അപ്പോൾ അത് പറഞ്ഞ് 30,000 രൂപ വരെ മാസം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും, വേറെ ചിലവുകളൊന്നുമില്ല, ഈ 500 രൂപ മാത്രം വൺ ടൈം ഈ പുസ്തകത്തിൻ്റെ പ്രോസ്പെക്ട്സിൻ്റെ ചിലവാണെന്ന് പറഞ്ഞു. അപ്രകാരം ഞാൻ ആ പുസ്തകം മേടിച്ചു. ആ പുസ്തകം മേടിച്ച് ഏകദേശം 20-25 പേജുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന പേജിൽ പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യും, 10,000 രൂപയും നിങ്ങൾ നൽകണം, അതിനുശേഷം നിങ്ങൾക്ക് ജോലി തുടങ്ങാം. ഈ 10,000 രൂപ നിങ്ങൾ ആദ്യത്തെ സാലറിയിൽ നിങ്ങൾക്ക് അത് തിരിച്ചു നൽകുമെന്ന് പറഞ്ഞു. എന്തായാലും പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. കാരണം 500 രൂപ മാത്രമേ പോയിട്ടുള്ളൂ. ഇനി അടുത്ത പണവും എന്ത് നഷ്ടപ്പെടുത്തണമെന്ന ചിന്തയായിരുന്നു എൻ്റേത്. ഇപ്രകാരം ധാരാളം തട്ടിപ്പുകളാണ് ഓൺലൈനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ജോലികൾ ധാരാളം പണം കിട്ടും, പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ച് പോയാൽ തീർച്ചയായും നമുക്ക് നഷ്ടം വരും. പിന്നീട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡേറ്റ എൻട്രി ജോബ്സ്. ഈ ഡേറ്റ എൻട്രി ജോബ് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ഇത്ര % ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം കിട്ടുകയുള്ളൂ. 90% കറക്റ്റ് ആണെങ്കിൽ മുഴുവൻ പണവും, 80% ആണെങ്കിൽ 10% കുറവും, അങ്ങനെ കുറേ കണക്കുകളെല്ലാം പറയും. പക്ഷേ ഈ ടാസ്ക് എല്ലാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഇതിന് ആക്യുറസി ഇല്ല, നിങ്ങൾക്ക് പണം നൽകുവാൻ സാധിക്കില്ല. ഇനി നിങ്ങളെല്ലാം ചെയ്തത് ആക്യുറേറ്റ് ആണെങ്കിലും ചിലപ്പോൾ പിന്നീട് അവരെ കോൺടാക്റ്റ് ചെയ്യുവാനോ നിങ്ങൾക്ക് ഒരു പണവും ലഭിക്കാതെ വരുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും സെക്യൂരിറ്റിയായി ഡെപ്പോസിറ്റ് മേടിക്കുകയും അല്ലെങ്കിൽ കുറച്ചധികം തുക പല പേരിലും അവർ നിങ്ങളിൽ നിന്ന് വസൂലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ ഓൺലൈൻ ബിസിനസ്സിൽ ഏറ്റവും ആദ്യത്തെ പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങളോട് പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓൺലൈൻ ഇൻകം പോസിബിലിറ്റീസ്, എങ്ങനെയെല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് പണം സമ്പാദിക്കാം, അതിന് പ്രയോജനപ്പെടുന്ന ചില ക്രെഡിബിൾ സൈറ്റ്സ്, വെബ്സൈറ്റ്സും പോർട്ടൽസുമാണ്. ഏറ്റവും ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രീലാൻസിങ് ആണ്. നമുക്കെല്ലാവർക്കും പലവിധങ്ങളായ കഴിവുകളുണ്ടാകാം, പല സ്കില്ലുകളുണ്ടാകാം. റൈറ്റിംഗ് ആകാം, ഐഡിയാസ് പറയുന്നതാകാം, ഡേറ്റ എൻട്രി ആകാം. നമ്മുടെ ഈ കഴിവ് ഉപയോഗിച്ച് ഈ പറയുന്ന ഓൺലൈൻ പോർട്ടലുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബുകൾ നാം ചെയ്യുക. അതിന് ചെയ്യേണ്ടത് ഇത്തരം ഓൺലൈൻ സൈറ്റുകളിൽ നാം രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുക. ആ സൈറ്റിൽ കുറേ അധികം ടാസ്കുകൾ ഉണ്ടാകും. ചിലപ്പോൾ എഴുതുന്നതാകാം, എന്തെങ്കിലും ഡിസൈൻ ചെയ്യേണ്ടതാകാം, ഏതെങ്കിലും അസൈൻമെൻറ്റ്സ് ചെയ്യേണ്ടതാകാം, ചില കാൽക്കുലേഷൻസോ ആർക്കിടെക്ചർ പ്ലാനിങ്ങോ വെബ് ഡിസൈനിങ്ങോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം. ടാസ്ക് നാം ചൂസ് ചെയ്യുക. ആ ടാസ്ക് ടൈം ബൗണ്ടായി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലയൻറ്റ് നമുക്ക് പണം നൽകുന്ന സംവിധാനമാണ്. ചിലപ്പോൾ ഒരു ബിഡ്ഡിംഗ് പ്രോസസ്സ് ഈ ഓൺലൈനിൽ നടക്കാറുണ്ട്. ഒരു ടാസ്ക് തന്നെ പല ആളുകൾ കോമ്പറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും കുറച്ച് തുകയും ഏറ്റവും ആദ്യം ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് ആ ടാസ്ക് പോകും. ഇതിൻ്റെ വേറൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണെങ്കിൽ നാം നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ വളരെ കൃത്യമായി അതിനകത്ത് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ പല ക്ലയൻറ്റുകളും നമ്മെ കോൺടാക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഓൺലൈൻ ജോലിയിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻകം മേക്കിംഗ് പ്രോസസ്സിൽ ആദ്യഘട്ടത്തിൽ തീർച്ചയായും ബുദ്ധിമുട്ടായിരിക്കും. പതിയെ ആയിരിക്കും പണം വന്നു ചേരുന്നത്. വൺസ് നമ്മുടെ ക്രെഡിബിലിറ്റി അവിടെ പ്രൂവ് ചെയ്താൽ, നമ്മുടെ പ്രൊഫൈൽ നോക്കുന്ന ആളുകൾക്ക് നമ്മുടെ റേറ്റിങ്ങും വർക്കും സാമ്പിൾസും എല്ലാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലോങ് ടൈം ഇൻകം സോഴ്സാണ് ഓൺലൈൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്രകാരം ചില ഫ്രീലാൻസ് വെബ്സൈറ്റുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. outfiver.com, upwork.com, freelancer.com, workandhire.com. ഈ സൈറ്റുകൾ ഫ്രീലാൻസ് മേഖലയിൽ വളരെ മുൻപന്തി നിൽക്കുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള സൈറ്റുകളാണ്. $5 മുതൽ $100 വരെ മാസം സമ്പാദിക്കുവാൻ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഈ സൈറ്റുകളിലൂടെ സാധിക്കും. റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം ഓൺലൈൻ ഓപ്ഷൻസാണ് ഉള്ളത്. ചില അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ്, എസ്സേസ് തുടങ്ങിയ കാര്യങ്ങൾ നാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ സാഹചര്യത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ചില സൈറ്റുകളാണ് guru.com, iWrite, write-a-bay, ചെഗ് ഇന്ത്യ, essayWriters.net, designcrowd.co.in. ഇത് സാധാരണ സംഭവിക്കാറുള്ളത്, നാം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല. പലപ്പോഴും ക്ലയൻറ്റുകൾ നമ്മൾ റിവേഴ്സ് ചെയ്യുവാനും
കുറച്ചുകൂടി നന്നാക്കുവാനും ആവശ്യപ്പെടും. അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നാം നമ്മുടെ അസൈൻമെൻറ്റ്സ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വളരെ കൃത്യമായി ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. ഈ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് പല ഓൺലൈൻ സൈറ്റുകളും പേപാൽ അക്കൗണ്ട് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ ഒരു അക്കൗണ്ടും പലപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നും അറിഞ്ഞിരിക്കുക. ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, എല്ലാവർക്കും ഈ ഓൺലൈൻ ജോലികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. ചില സ്കില്ലുകൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മിക്ക നല്ല ഓൺലൈൻ സൈറ്റുകളും ഇതിനു മുമ്പ് നമുക്കൊരു അസസ്മെൻറ്റ്, നമ്മുടെ സ്കിൽ അസസ് ചെയ്യുവാനൊരു ടെസ്റ്റ് സംഘടിപ്പിക്കാറുണ്ട്. അത് ഓൺലൈനായി തന്നെയാണ്. നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് കൂടി അവർ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നടത്തും. ആ അസസ്മെൻറ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ആഡ്സെൻസ് ആൻഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ആഡ്സെൻസ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങും ഏകദേശം ഒരേപോലെയുള്ള കാര്യങ്ങളാണെങ്കിലും അല്പം വ്യത്യാസമുണ്ട്. ഇതിന് ചെയ്യേണ്ടത് നമുക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ സോഷ്യൽ മീഡിയ സൈറ്റ്സോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ നല്ല ട്രാഫിക് ഉണ്ട് എങ്കിൽ മറ്റ് കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് കിട്ടുവാനായി ഗൂഗിൾ ആഡ്സെൻസ് നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അപ്രകാരം ആ ആഡ്സെൻസ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം സമ്പാദിക്കുവാൻ സാധിക്കും. രണ്ടാമത്താണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അത്തരം റീറ്റെയിൽ ചെയിൻസ് ധാരാളമായി അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് നമുക്ക് അവസരം നൽകാറുണ്ട്. നമുക്കൊരു ലിങ്ക് തരും, ആ കമ്പനിയുടെ ലിങ്ക് തരും. ആ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പേജിൽ പോസ്റ്റ് ചെയ്യുക. ആ ലിങ്കിലൂടെ ആരെങ്കിലും ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മേടിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം തുക നമുക്ക് വരുമാനമായി ലഭിക്കും. മൂന്നാമത്തെ വളരെ പ്രചാരമുള്ള ഒരു സോഴ്സാണ് വെർച്വൽ അസിസ്റ്റൻറ്റ്. വെർച്വൽ അസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓഫീസുകളിലെയും ജോലികൾ, ചെറുതും വലിയതുമായ ജോലികൾ നമ്മുടെ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി ചെയ്തു നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വെർച്വൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ വെർച്വൽ ഓഫീസ് എന്ന് പറയാം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം, ഡേറ്റ എൻട്രി ചെയ്യുന്നതായിരിക്കാം, ബിസിനസ് പ്ലാൻസും ഡിസൈൻസും ചെയ്തു കൊടുക്കുന്നതായിരിക്കാം, മാർക്കറ്റിങ്ങോ റൈറ്റിങ്ങോ എഡിറ്റിങ്ങോ സ്കെഡ്യൂൾ മാനേജ്മെൻറ്റോ ഇത്തരം ഏത് ഓഫീസിലെയും ഔട്ട്സോഴ്സ് ചെയ്യുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അസിസ്റ്റൻസായി വീട്ടിലിരുന്ന് ചെയ്യുവാൻ കഴിയുന്ന ജോലികളാണ് ഇത്തരം വിർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്രകാരം വിർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോലികൾ പോസ്റ്റ് ചെയ്യുന്ന ധാരാളം വെബ്സൈറ്റുകളാണുള്ളത്. ആ ക്രെഡിബിൾ ആയിട്ടുള്ള വെബ്സൈറ്റിൽ സമാനമായ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് നാം ആ ടാസ്കുകൾ, ആ ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സ്രോതസ്സാണ്. അത്തരം ചില ക്രെഡിബിൾ ആയിട്ടുള്ള സൈറ്റുകളുടെ വിവരങ്ങൾ ഞാൻ നൽകുകയാണ്. elens.com, 24/7 വെർച്വൽ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് മാച്ച്, ഹെൽപ്പ്, ഫ്രീലാൻസർ, ഫ്ലെക്സ് ജോബ്സ്, പീപ്പിൾ പെർ അവർ, uassist.me, അപ്വർക്ക്, വാവ വെർച്വൽ അസിസ്റ്റൻസ്, വെർച്വൽ സ്റ്റാഫ് ഫൈൻഡർ, വേൾഡ് വൈഡ് 101, സിപ്പ് ടാസ്ക്, സിർച്വൽ. ഈ വെർച്വൽ അസിസ്റ്റൻറ്റ് ജോലികൾ പലപ്പോഴും സമയബന്ധിതമായിട്ടാണ്. ഒരു മണിക്കൂറിൽ 500 രൂപ മുതൽ 4000 രൂപ വരെ സമ്പാദിക്കുവാനായിട്ടുള്ള പല സോഴ്സുകളുമുള്ള ഒന്നാണ് വെർച്വൽ അസിസ്റ്റൻറ്റ് ഓൺലൈൻ ജോബ് പോർട്ടൽസ്. ഇതിനൊപ്പം തന്നെ നിരവധി സർവേകളും റിസർച്ചുകളും ചെയ്യുവാനായി നമുക്ക് നമ്മോട് ആവശ്യപ്പെടുന്ന ധാരാളം സൈറ്റുകളുണ്ട്. പക്ഷേ അതിൻ്റെ ക്രെഡിബിലിറ്റി എല്ലാം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇത്തരം ചില അവസരങ്ങൾ കൂടി ഉണ്ട് എന്ന് ഈ സമയത്ത് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. വേറൊരു അവസരമാണ് ട്രാൻസ്ലേഷൻ. പലപ്പോഴും പലർക്കും പല ഭാഷകൾ, ഒന്നിലധികം ഭാഷകൾ അറിയുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ട് ഈ ഭാഷയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നോ സ്പാനിഷ്, ഫ്രഞ്ച്, അറബ് തുടങ്ങിയ ഭാഷകളിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്കോ ഈ ഭാഷകൾ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാഹചര്യമുള്ള ചില സൈറ്റുകളാണ് freelancer.in, fiverr.com, workandhire.com, upwork.com. ഈ ട്രാൻസ്ലേഷൻ ജോബുകൾ പെർ വേർഡ് എന്നുള്ള അനുസരിച്ചാണ്. ഒരു അക്ഷരത്തിന് ഇത്ര രൂപ, ആവറേജ് 1 to 5 rupees എന്നുള്ള കണക്കിൽ നമുക്ക് പണം ലഭിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു വേർഡിന് 10 രൂപ വരെ ട്രാൻസ്ലേഷന് നമുക്ക് ലഭിക്കാറുണ്ട്. വളരെ എമർജിംഗ് ആയിട്ടുള്ള മറ്റൊരു മേഖലയാണ് ട്യൂട്ടറിങ്, ഓൺലൈൻ ട്യൂട്ടറിങ്. ഇപ്പോൾ നമുക്കറിയാം ബൈജൂസ് ആപ്പ്, മാതാപിതാക്കൾക്ക് ഒത്തിരി സഹായകമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ബൈജൂസ് ആപ്പ്. അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിക്കുവാൻ ചില വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, പ്രത്യേകിച്ച് സ്കൂളിലോ കോളേജുകളിലോ പോകുന്ന കുട്ടികൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ പോലെ ഓൺലൈനായി നൽകുവാൻ കഴിയുന്നുവെങ്കിൽ അതിനുള്ള അവസരം നൽകുന്ന നല്ല സൈറ്റുകളാണ് വേദാന്തു.com, myprivatetutor.com, bharattutors.com, tuterindia.net. ഈ സൈറ്റുകളിലേക്ക് നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ പ്രൊഫഷൻസിയും അനുസരിച്ചാണ്.
അതിനുശേഷം നമ്മൾ വെബിനാറിലേക്ക്, ഓൺലൈനായിട്ടുള്ള ഒരു സെമിനാറിലേക്ക് ക്ഷണിക്കും. ആ സെമിനാർ സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചാൽ നമ്മെ അവരുടെ ട്യൂട്ടറായി പരിഗണിക്കുകയും പിന്നീട് നമുക്ക് ട്യൂട്ടോറിംഗ് അല്ലെങ്കിൽ ട്യൂഷൻസ് കണ്ടക്ട് ചെയ്യുവാൻ സാധിക്കും. ഓൺലൈൻ വെബ് ഡിസൈനിങ് വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഓൺലൈനിൽ പല ഓർഗനൈസേഷൻസിനും ഇൻഡിവിജ്വൽസിനും വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കണ്ടൻറ്റ് ഫോർമാറ്റ് ചെയ്ത് കൃത്യമായ അലൈൻമെൻറ്റിലൂടെ വെബ്സൈറ്റ് നൽകുക തുടങ്ങിയതായിട്ടുള്ള മേഖല എമേർജിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. നമുക്ക് വെബ് ഡിസൈനിങ് ചെയ്യുവാൻ നല്ല ആശയവും കഴിവും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. 20,000 രൂപ മുതൽ 1,00,000 രൂപ വരെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് നമുക്ക് ഈ വിവിധ സോഴ്സുകളിലൂടെ ലഭ്യമാകും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് യൂട്യൂബിൽ ധാരാളം വീഡിയോകളാണ് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ കാണുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളുകളാണ്. ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിലൂടെ ആഡ്സെൻസ് ലഭിക്കുകയും മറ്റ് പരസ്യങ്ങൾ നമുക്ക് നൽകുവാൻ സാധിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് യൂട്യൂബേഴ്സ്. നിങ്ങൾക്ക് ഒരു കാര്യം വളരെ രസകരമായി ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും യൂട്യൂബ് നിങ്ങൾക്ക് വളരെ നല്ല ഒരു അവസരമാണെന്ന കാര്യം ഓർക്കുക. യൂട്യൂബിൽ വന്നാൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ വരുമാനം ലഭിക്കണമെന്നില്ല. കുറേ അധികം നാളുകൾ യൂട്യൂബിൽ നിന്നാൽ മാത്രമേ അപ്രകാരം ഒരു സാധ്യതയുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബ് ഈ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. ഇനി പലർക്കും ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയുവാനും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുവാനും വളരെ ബുദ്ധിമുട്ടുണ്ടാകും. സ്വന്തം മുഖം ക്യാമറയിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാള്യതയോ ഭയമോ ഒക്കെ ആയിരിക്കും. ആ സാഹചര്യത്തിൽ പോഡ്കാസ്റ്റ്, നിങ്ങളുടെ സ്വരം മാത്രം മതി, നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പോഡ്കാസ്റ്റ് എന്നുള്ള മീഡിയവും നിങ്ങൾക്ക് ഓൺലൈനിൽ ധാരാളം പണം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമാണ്. വേറൊരു അവസരമാണ് നിങ്ങൾക്ക് പുസ്തകങ്ങൾ എഴുതുവാൻ, അല്ലെങ്കിൽ ചെറുതോ വലിയതോ ആയ പുസ്തകങ്ങൾ, ആശയങ്ങൾ എഴുതുവാൻ കഴിയുന്നുവെങ്കിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ കിൻഡിൽ എന്നുള്ള സോഴ്സ്, ആ സോഴ്സിൽ നാം ബുക്കുകൾ എഴുതുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്നുവെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെയിൽ ചെയ്യുവാൻ സാധിക്കും. അപ്രകാരം ഏകദേശം 70% ഈ കിൻഡിലിൽ നമുക്ക് റോയൽറ്റിയായി എമൗണ്ട് ലഭിക്കുന്നു. അത് വരുമാനം ലഭിക്കുവാനുള്ള നല്ലൊരു സോഴ്സാണ്. ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ റീറ്റെയിൽ മാർക്കറ്റിംഗ് അതിൻ്റെ വലിയൊരു അവസരം ഉള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ നാമൊക്കെയും പലപ്പോഴും ഓരോ ഐറ്റംസ് മേടിക്കുന്നത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, എക്കാർട്ട് തുടങ്ങിയതായിട്ടുള്ള ഓൺലൈൻ റീറ്റെയിൽ ഷോപ്സ് അല്ലെങ്കിൽ ഓൺലൈൻ റീറ്റെയിൽ സൈറ്റ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, നാം സ്വന്തമായൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ സെയിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഇമ്മൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ പോർട്ടലുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുവാനും അത് സെയിൽ ചെയ്യുവാനും സാധിക്കും. നാം ഓൺലൈൻ ട്യൂട്ടർ ആണെങ്കിൽ നാം നൽകുന്ന ഒരു കോഴ്സ് ഊദമി പോലുള്ള മാസീവ് ഓപ്പൺ ഓൺലൈൻ അല്ലെങ്കിൽ മൂവ് കോഴ്സ് പ്ലാറ്റ്ഫോമിൽ കൊടുത്താൽ നമുക്കത് വിൽക്കുവാൻ സാധിക്കും. അപ്രകാരം നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്തുമാകട്ടെ അത് ഓൺലൈനിൽ സെയിൽ ചെയ്യുവാനുള്ള അവസരം വളരെ മികച്ചതാണ്. അത് പ്രയോജനപ്പെടുത്തുന്ന ഒട്ടനവധി ആളുകളുണ്ട് എന്ന കാര്യം ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. ചില PTC സൈറ്റ്സ് ഉണ്ട്, പെയ്ഡ് ടു ക്ലിക്ക്. ആ ചില ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകമായിട്ടുള്ളത്. അപ്രകാരമുള്ള ചില പെയ്ഡ് ടു ക്ലിക്ക് സൈറ്റ്സ് ആണ് clicksense.com, ബക്സ്പി, നിയോബറ്റ്സ് തുടങ്ങിയതായിട്ടുള്ള സൈറ്റുകളിൽ ചില ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക, അതിലൂടെ വരുമാനം ലഭിക്കുവാനായി സാധിക്കുന്നൊരു അവസരമാണ്. അത് നിങ്ങൾക്ക് സൈറ്റുകളിൽ പോയി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു അവസരമാണ് ഫോട്ടോഗ്രാഫി. നന്നായി ഫോട്ടോസ് എടുക്കുന്ന ആളാണെങ്കിൽ, മനോഹരമായ ചിത്രങ്ങൾ പകർത്തുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഓൺലൈനിൽ ഈ ഫോട്ടോകൾ സെയിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അപ്രകാരം നമുക്ക് ലഭിക്കുന്ന വരുമാനം വളരെ നല്ല മികച്ചതായിരിക്കും. കാരണം നമുക്കറിയാം ഇന്ന് പല ഡിസൈൻസും കമ്മ്യൂണിക്കേഷൻസും അഡ്വർടൈസ്മെൻറ്റ്സും എല്ലാം വരുന്നുണ്ട്. അതിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്രകാരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആളുകൾ മേടിച്ച ചിത്രങ്ങളാണ്. അല്ലാതെ ഓൺലൈനിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാ ചിത്രവും ആർക്കും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല. അതിന് കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പോൾ നാം നല്ല ചിത്രങ്ങൾ, അത് മനുഷ്യരുടെയോ പ്രകൃതിയുടെയോ സിറ്റുവേഷൻസിൻ്റെയോ എന്തുമാകട്ടെ, അത് ഈ ഫോട്ടോഗ്രാഫിക് സൈറ്റിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മേടിക്കുവാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. ആ ഒരു അവസരവും വളരെ മികച്ചതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അവസാനത്തെ കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അത് എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കില്ല, പക്ഷേ അല്പം ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ഓൺലൈൻ ട്രേഡിംഗ് പഠിക്കുവാൻ സാധിക്കും.
ചെറിയ തുക, ചെറിയതായ സ്റ്റോക്ക് എടുത്ത് നന്നായി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. ഒരുപക്ഷെ 1000 രൂപ നിക്ഷേപിക്കുന്ന ആൾക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ അതിൽ കൂടുതലോ ചില നാളുകൾക്ക് ശേഷം കിട്ടുന്ന ഒരു മനോഹരമായ ഓപ്പർച്യൂണിറ്റിയാണ് ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ചും അല്ലെങ്കിൽ സ്റ്റോക്കിനെക്കുറിച്ചും എക്കണോമിയെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു ഇൻകം ഏണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഓൺലൈൻ ട്രേഡിംഗ്. ചുരുങ്ങിയത് ഓൺലൈൻ ഇൻകം സോഴ്സസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ഈ പറഞ്ഞ സൈറ്റുകളിൽ പോയി നിങ്ങൾ അതിൻ്റെ ക്രെഡിബിലിറ്റി ഉറപ്പാക്കുക. ഇനി പുതിയ ഏതെങ്കിലും അവസരമാണെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഓൺലൈനിൽ അടിച്ചു നോക്കുക. ഇപ്പോൾ ഏത് ഇൻകം സോഴ്സസിനെ കുറിച്ചായാലും, ഏത് കമ്പനിയെക്കുറിച്ചോ വെബ്സൈറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻകം സോഴ്സസിനെ കുറിച്ചോ ആണെങ്കിൽ ഗൂഗിൾ റിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ധാരാളം റിവ്യൂകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ആ സൈറ്റിന് അല്ലെങ്കിൽ ആ സോഴ്സിന് റേറ്റിംഗ് ഉണ്ട്, ആളുകൾ അതിനെക്കുറിച്ച് എന്ത് കമൻ്റാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്രകാരം നല്ല റിവ്യൂസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഒരു ഓൺലൈൻ ജോലിക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും അങ്ങോട്ട് പണം കൊടുത്ത് നിങ്ങളുടെ പണം നഷ്ടമാകരുത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ തൊഴിലില്ല എന്ന് പരാതി പറയുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ നമുക്ക് കഴിവുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് വളരെ ഫ്ലെക്സിബിളായി നമുക്ക് നമ്മുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് ജോലി ചെയ്ത് സമ്പാദിക്കുവാൻ സാധിക്കും.